കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം സമൂഹത്തിന് വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ലഹരി എങ്ങനെ ലഭിക്കുന്നു എന്നത് കണ്ടെത്താൻ ഫലപ്രദമായ അന്വേഷണ സംവിധാനം ഉണ്ടെന്നിരിക്കെ അതുപയോഗിച്ച് ലഹരി വരവിൻ്റെ വേരറുക്കുകയാണ് സർക്കാരുകൾ ആദ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ. പോലീസ് എക്സൈസ് സേനയിലെ വിരമിച്ചവരും സർവീസിലിരിക്കുന്നവരുമായ പ്രഗത്ഭരുടെ ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ സംസ്ഥാനത്ത് ഇതിന് ഫലപ്രദമായ ഒരു ജനകീയ കൂട്ടായ്മ വളർത്തിയെടുക്കാൻ സാധിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് 1.5 ലക്ഷത്തോളം അധ്യാപകരുടെ സേവനമുണ്ട്. പഴയകാലത്തെ ഗുരുശിഷ്യ ബന്ധത്തിന് ക്ഷതമേറ്റതും കുട്ടികൾ വഴിതെറ്റുന്നതിൽ ഒരു ഘടകമാണ്. അത് പരിഹരിക്കാൻ ഗുരുശിഷ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ അധ്യാപക രംഗത്തെ വിദഗ്ധരുടെ സേവനം മുൻനിർത്തിയുള്ള പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കപ്പെടണം. മറ്റൊന്ന്, വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന പരസ്പര ബന്ധങ്ങളുടെ കുറവാണ്. കാലം മാറുന്നതിനനുസരിച്ച് ജീവിതക്രമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെയെല്ലാം നിത്യജീവിതത്തിൽ പ്രകടമാണ്. എങ്കിലും നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ചും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയും വളർത്തിയെടുക്കാൻ മാതാപിതാക്കളും കുടുംബത്തിലെ പ്രായം കൂടിയവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അക്ഷീണം പ്രയത്നിക്കുന്ന മാതാപിതാക്കൾ അവരുടെ കൂടെ കിട്ടാവുന്ന സമയം ചെലവഴിക്കുകയും അവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. മയക്കുമരുന്നിൻ്റെയോ സാമൂഹ്യ വിരുദ്ധരുടെയോ കൈകളിൽ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടാതിരിക്കാൻ സമൂഹത്തിൻ്റെ നിരന്തരമായ ജാഗ്രതയും ഉണ്ടാവണം. വീടുകളിൽ മൊബൈൽ ഫോണുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും മൊബൈലിൽ മുഴുകുന്നത് തടയാൻ അവരെ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയും വേണം. മാതാപിതാക്കളും മൊബൈൽ ഫോൺ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതും നല്ലതാണ്. കുട്ടികൾക്ക് അമിതമായി പണം നൽകാതിരിക്കുകയും ആവശ്യത്തിന് നൽകുന്ന പണത്തിന് ഉപയോഗം വിലയിരുത്തുകയും വേണം. നല്ല നാടിനെ സൃഷ്ടിക്കേണ്ടവരാണ് നമ്മുടെ കുട്ടികൾ എന്ന അവബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ മുതിർന്നവരും മാതൃകയാവേണ്ടതുണ്ട്. തെറ്റുകൾ കാണുമ്പോൾ കുട്ടികളെ ശിക്ഷിക്കുകയും അതവരെ ബോധ്യപ്പെടുത്തുകയും വേണ്ടതുണ്ട്. കുട്ടികളാണ് നാടിൻ്റെ സമ്പത്ത്. അവരെ വഴിതെറ്റിക്കുന്ന, അവരുടെ ജീവിതം തകർക്കുന്ന ശക്തികൾക്കെതിരെ നമുക്ക് ഒന്നിച്ചൊന്നായി പ്രതിരോധം തീർക്കാം.